നിന്റെ മാത്രം സഖി ഭാഗം 16. ഇത് ആ ചേട്ടനല്ലേ ഫ്രഷേഴ്സ് ഡേക്ക് ടാസ്കിൻ്റെ അവിടെ ഇരുന്നത്? ഇവളല്ലേ ഈ ചേട്ടനെ പ്രപ്പോസ് ചെയ്തേ ടാസ്ക് കിട്ടിയിട്ട്? മിന്നു പതുക്കെ ലച്ചുവിനോട് ചോദിച്ചു. ആ അതെ, ലച്ചു ആ ചേട്ടനെ നോക്കിക്കൊണ്ട് മിന്നുവിനോട് പറഞ്ഞു. ഹിമ ആ ചേട്ടനെ കണ്ടതും കൈയുയർത്തി ഹായ് കാണിച്ചു. തിരിച്ച് പുള്ളിയും. നിനക്കറിയുമോ ആ ചേട്ടനെ? മിന്നു ഹിമയോട് ചോദിച്ചു. പിന്നല്ലാതെ. എങ്ങനെ? ലച്ചു സംശയത്തോട് ചോദിച്ചു. എൻ്റെ ഏട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ഹിമ പറഞ്ഞു. ആഹാ, ചേട്ടൻ കൊള്ളാമല്ലോ, ലച്ചു റസുവിൻ്റെ കാതിനരികിലായി പറഞ്ഞു. അടങ്ങിയിരിക്കും ലച്ചു, റസു പറഞ്ഞു. വിളിച്ചത് എന്താണെന്ന് ചോദിക്കുക ഏഞ്ചൽ, മിന്നു അവളോട് പറഞ്ഞതു ഏഞ്ചൽ തലയാട്ടി. എന്താ വിളിച്ചത്? ഏഞ്ചൽ അവനോട് ചോദിച്ചു. ഒന്ന് വന്നേ, അവൻ അവളോട് പറഞ്ഞു. എന്തിനാ വിളിച്ചത്? അവൾ അവൻ്റെ അരികിൽ ചെന്ന് ചോദിച്ചു. ഞാൻ അലക്സ്, എന്നെ ഓർമ്മയുണ്ടോ? അവൻ അവളോട് ചോദിച്ചു. പിന്നെ അങ്ങനെ മറക്കാൻ പറ്റുമോ? അവൾ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി കൊടുത്തു. ഞാനേ ഒരു കാര്യം പറയാനാണ് വന്നത്, അവളെ തന്നെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. എന്താണ്? അവൾ സംശയത്തോടെ അവനെ നോക്കിക്കൊണ്ട് അവിടെ നിന്നു. ഇന്നലെ എന്നെ പ്രപ്പോസ് ചെയ്തില്ലേ? ഇനി അങ്ങനെ ആരെയും പോയി ചെയ്യരുത്, തമാശക്കാണേലും കാര്യത്തിലാണേലും. അതെന്നാ? അവൾ സംശയത്തോടെ ചോദിച്ചു. ഇനി മുതൽ ഈ ഏഞ്ചൽ ഈ അലക്സിനുള്ളതാ. ഞെട്ടി കുട്ടി ഞെട്ടി. എന്തോന്ന് അവൾ ചോദിച്ചു. എടി നീ എനിക്കുള്ളതാന്ന്. എന്നെ ഇഷ്ടമാണേൽ ഇനി കാണുമ്പോൾ ഇച്ചായ എന്ന് വിളിച്ചാൽ മതി, കേട്ടല്ലോ, അവൻ പറഞ്ഞു. ശരി ഇച്ചായ. ചുണ്ടിൽ ചെറുചിരി വരുത്തി നാണത്താൽ അവൾ മറുപടി പറഞ്ഞു. എന്നെ ഇഷ്ടമാണോ അപ്പോൾ? അതിശയത്തോടെ അവൻ ചോദിച്ചു. അതെ. ശരിക്കും? അവളെ നോക്കി അവൻ വീണ്ടും ചോദിച്ചു. ആന്നേ? എന്നാൽ നമുക്ക് ഇനി കാണണം. ചുണ്ടിൽ ചെറു ചിരിയൂന്നി അവൻ അവിടെ നിന്നും നടന്നകന്നു. എന്താ ഏഞ്ചൽ ആ ചേട്ടൻ പറഞ്ഞത്? ഏഞ്ചലിൻ്റെ അടുത്ത് വന്ന് മിന്നു ചോദിച്ചു. ഇഷ്ടമാണെന്നോ? ലച്ചു ഞെട്ടിക്കൊണ്ട് ചോദിച്ചു. അതെന്താ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ? ഹിമ ലച്ചുവിനോട് ചോദിച്ചു. ഏയ്, എന്തെങ്കിലുമൊക്കെ ചോദിക്കണ്ടേ എന്ന് വെച്ച് ചോദിച്ചതാ നാത്തൂനെ, ലച്ചു പറഞ്ഞു. ഇന്ന് നിനക്ക് സമാധാനമായല്ലോ, റസു ഏഞ്ചലിനോട് ചോദിച്ചു. ഏഞ്ചൽ മോളി. നിങ്ങൾ രണ്ടുപേരും എന്ത് കോക്കനട്ടാണ് പറയണേ? ലച്ചു അവരോട് കാര്യം തിരക്കി. നീ ഇവരോട് ആ കാര്യം പറഞ്ഞില്ലേ ഏഞ്ചൽ? റസു ഏഞ്ചലോട് ചോദിച്ചു. ഇല്ല. നിങ്ങൾ കോടീശ്വരം കളിക്കാതെ കാര്യം എന്താണെന്ന് പറയും, മിന്നു അവരോട് പറഞ്ഞു. ഇവൾക്ക് പുള്ളിയോട് പ്രേമം ഈ കോളേജിൽ വന്ന് അങ്ങനെ കണ്ടപ്പോൾ തൊട്ട് തുടങ്ങിയതാ. അത് അവൾ ഇന്നലെ തന്നെ എടുത്ത് വിനിയോഗിച്ചു, ഹിമ പറഞ്ഞു. ശരിയാണോ ഏഞ്ചലെ? മിന്നു സംശയത്തോട് ചോദിച്ചു. അതെ, ഏഞ്ചൽ പറഞ്ഞു. ഞങ്ങളറിഞ്ഞില്ല, മിന്നു മറ്റെങ്ങോട്ടോ നോക്കി പറഞ്ഞു. അല്ലേലും നമ്മളോട് ആരോടും പറയൂലല്ലോ, നമ്മളെ ആർക്കും വേണ്ടല്ലോ, ലച്ചു പരിഭവത്തോട് പറഞ്ഞു. അങ്ങനെ പറയരുത്, എൻ്റെ ലച്ചുവിനെ എനിക്ക് വേണം, ഏഞ്ചൽ അവളോട് പറഞ്ഞു. എന്നാൽ എനിക്ക് ഐസ്ക്രീം മേടിച്ച് തരണം, ലച്ചു പറഞ്ഞു. അതൊക്കെ, എന്നാൽ എനിക്കും, മിന്നു പറഞ്ഞു. ആ, ഡബിൾ ഓക്കെ. എന്നാൽ ഞങ്ങൾക്കും, ഹിമവും റസും ഒരുമിച്ച് പറഞ്ഞു. ഇത് കൊള്ളാം. ഇങ്ങനെയാണെങ്കിൽ ആ കട തന്നെ ഇതുങ്ങൾ ബാക്കി വെക്കുമോ ഈശോയെ? ഏഞ്ചൽ സ്വയമേ ചോദിച്ചു. അലക്സും അവളും സെറ്റായി എന്ന് തോന്നുന്നു. ശിഖ പറയുന്നത് കേട്ട് ആനിന് അവളുടെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല. ഇവളെ ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കും ഈ ആൻ ആരാണെന്ന്. കാണിച്ചു കൊടുക്കണം ആൻ നമ്മളാരാണെന്ന്. പക്ഷെ ഇപ്പോഴല്ല, എല്ലാത്തിനും ചേർത്ത് ഒരുമിച്ച് കൊടുക്കണം. അതിന് നമുക്ക് ഒരാളുടെ സഹായം ആവശ്യമാണ്, ശിഖ പറഞ്ഞു. ആരുടെ? ആൻ ചോദിച്ചു. വിക്രം. അവനോ? ആൻ ഒരു പിരിക ഉയർത്തി അവളോട് സംശയത്തോട് ചോദിച്ചു. വിക്രം എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മകനാണെന്ന് നിനക്കറിയാമല്ലോ. അച്ഛൻ മിണ്ടാറില്ല വിക്രത്തോട്, പക്ഷേ ഞങ്ങളിപ്പോഴും കമ്പനിയാണ്. അത് സായുജിന് ഇഷ്ടമല്ല, അതവൻ എന്നോട് അടുക്കാത്ത ഒന്നാമത്തെ കാരണം. പക്ഷേ വിക്രത്തിനെ എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. സായുജിൻ്റെ കൂടെ നടക്കുന്ന ആ പെണ്ണില്ലേ, അവളുമായി ഉടക്കിയില്ല വിക്രം. അതിൻ്റെ ദേഷ്യം അവളോട് നല്ലവണ്ണമുണ്ട്. പിന്നെ ദേ ഇപ്പോൾ ആ പെണ്ണിനെ ആരോ നോട്ടയിട്ട് വെച്ചേക്കുവാണ്, ഏഞ്ചലിൻ്റെ നേർക്ക് നോക്കിക്കൊണ്ട് ശിഖ പറഞ്ഞു. അവളുടെ കാര്യം അപ്പോൾ ആരോൺ നോക്കിക്കോളൂ, ആൻ പുച്ഛത്തോടെ പറഞ്ഞു. അതെ ആൻ, വിക്രത്തിനോട് സംസാരിക്കണം, ഉറച്ച തീരുമാനത്തോടെ ശിഖ പറഞ്ഞു. അത് കേട്ട് ആനിൻ്റെ കണ്ണുകൾ പകയാൽ എരിഞ്ഞു.
കയ്യിൽ ഇരുന്ന ഫോണിലെ കോൾ കട്ട് ചെയ്ത് ആൻ അവളുടെ കൂടെ അവിടെ നിന്നും ക്ലാസ്സിലേക്ക് കയറി. അവരുടെ ആ സംഭാഷണം ഫോണിൽ കൂടി മറുവശത്ത് കേട്ടുകൊണ്ട് നിന്ന അയാളുടെ കണ്ണുകളിൽ വിജയഭാവവും ക്രൂരതയും ഒരുപോലെ നിറഞ്ഞു. അലക്സേ, നീ പറഞ്ഞോടാ? അജു അവനോട് ചോദിച്ചു. ഞാൻ പറഞ്ഞടാ അജു, അലക്സ് പറഞ്ഞു. എന്നിട്ട് ആ കൊച്ച് എന്താണ് പറഞ്ഞത്? ജോയൽ അവനോട് ചോദിച്ചു. അവൾക്ക് ഇഷ്ടമാണ്. ആ പെണ്ണിന് നിന്നെ ഇഷ്ടമാണെന്ന് അവളുടെ പ്രൊപ്പോസൽ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു. അല്ലെങ്കിൽ ഞാനും അവിടെ നിന്നേച്ചതാണല്ലോ. എനിക്കും ആ റോസ് തരാമായിരുന്നല്ലോ. എനിക്കെന്താ സൗന്ദര്യമില്ലേ? അല്ലെങ്കിലും നമ്മൾക്കാരും വളയില്ലല്ലോ, ഫൈസൽ അവൻ്റെ അടുത്തിരുന്ന അജുവിനോട് പറഞ്ഞു. ആദ്യം നീ നിൻ്റെ കോഴി സ്വഭാവം നിർത്താൻ നോക്ക് ഫൈസലെ. അപ്പോൾ ഏതെങ്കിലും പെണ്ണ് വളഞ്ഞോളൂ. എന്തായാലും അലക്സിൻ്റെ പെണ്ണ് കൊള്ളാം, നല്ല തൻ്റെടുണ്ട്. നമ്മളൊന്ന് കണ്ടതല്ലേ? അജു അവൻ്റെ അഭിപ്രായം പറഞ്ഞു. അത് കേട്ടതും ഫൈസൽ ഒന്നും മിണ്ടാതെ ഇരുന്നു. അതെ, അതിലാണ് ഞാൻ വീണത്, അലക്സ് പറഞ്ഞു. ആ ആരോണിനിട്ട് 2 പൊട്ടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ മറ്റേ കൊച്ചു പറഞ്ഞ വാക്ക്. എന്തായാലും 2 കൊടുക്കണം അവന്, ജോയൽ പറഞ്ഞു. നമുക്ക് കൊടുക്കാടാ. അജുവിൻ്റെ കണ്ണുകളിൽ അവനോടുള്ള ദേഷ്യവും വെറുപ്പും നിറഞ്ഞു. സജു, നീ എന്താ ഒന്നും പറയാത്തത്? ഫൈസൽ അവനോട് ചോദിച്ചു. പക്ഷേ സ്വപ്നലോകത്തിലായിരുന്ന അവൻ ഇതൊന്നും അറിഞ്ഞില്ല. ജോയൽ അവനെ തോണ്ടി വിളിച്ചപ്പോഴാണ് അവൻ എന്താണെന്ന അർത്ഥത്തിൽ ഒരു പുരികം ഉയർത്തിയത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞൊന്നും നീ കേട്ടില്ലേ? ജോയൽ ചോദിച്ചു. ഇല്ല ജോയൽ, നിങ്ങൾ എന്താണ് പറഞ്ഞത്? സായു ചോദിച്ചു. അപ്പോഴാണ് അവൻ അലക്സിനെ കണ്ടത്. നീ എപ്പോൾ വന്നു അലക്സേ? സായു ചോദിച്ചു. അവൻ വന്നൊന്നും നീ അറിഞ്ഞില്ലേ സച്ചു? നീ ഇത് ഏത് ലോകത്താ? ഫൈസൽ അവനോട് ചോദിച്ചു. അതിനവൻ ഒരു പുഞ്ചിരി നൽകി. ഇവനിത് എന്താണ് പറ്റിയത്? ജോയൽ സംശയത്തോടെ അവരിലേക്ക് തിരിഞ്ഞു. എന്താ സച്ചു നിനക്ക് പറ്റിയത്? അജു അവനോട് ചോദിച്ചു. എനിക്കെന്ത് പറ്റാൻ? ഒന്നും പറ്റിയില്ല, മുഖത്ത് ഗൗരവം അണിഞ്ഞുകൊണ്ട് അവൻ മറുപടി പറഞ്ഞു. അലക്സേ, അവൾ എന്താണ് പറഞ്ഞത്? സായൂജ് ചോദിച്ചു. അവൾക്ക് ഇവനിഷ്ടമാടാ. ഞാൻ പറഞ്ഞതല്ലേ, ഫൈസൽ വീണ്ടും പറഞ്ഞു. ആണോ എന്ന അർത്ഥത്തിൽ സായൂജ് അലക്സിനെ നോക്കി. അവൻ അതെ എന്ന അർത്ഥത്തിൽ തലയാട്ടി. അജുവും അലക്സും, സായുജും ഫൈസലും ജോയലും പണ്ട് മുതലേ കൂട്ടാണ്. അപ്പോഴും വിക്രവും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവർ 6 പേരായിരുന്നു കൂട്ട്. പക്ഷേ അപ്രതീക്ഷിതമായി വിക്രം, അവൻ്റെ മാറ്റം, അത് തനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അതിൽ വിക്രവും താനുമായിരുന്നു ഒരുപാട് അടുത്തത്. ഇപ്പോൾ ഇവരാണ് തൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നവർ, തന്നെ തനിച്ചാക്കാതെ നിഴലായി കൂടെ നടന്നവർ. ഇവർ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് തനിക്ക് ഒറ്റപ്പെടൽ ഉണ്ടാവാഞ്ഞത്. സായുജ് ഓർത്തു. തന്നെ അവർ തിരുത്താൻ വരുമ്പോൾ ഓരോന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറി നിൽക്കുമായിരുന്നു, ഒന്നിനും ചെവി കൊടുക്കാതെ. പക്ഷെ മിന്നു, അവൾ പറയുന്നതെല്ലാം താൻ കേട്ടിരുന്നു. അവളോട് തൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞപ്പോൾ നല്ല ആശ്വാസം തോന്നിയിരുന്നു. അച്ഛനോട് വരെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ സാധിച്ചു. അമ്മയോടും അമ്മുവിനോടും സ്നേഹത്തോടെ സംസാരിച്ചു. എല്ലാം അവൾ കാരണം. ഇപ്പോൾ തൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറി, ഒന്നൊഴിച്ച് വിക്രം. സച്ചു, മിസ് വന്നട. സ്വപ്നം കണ്ടത് മതി, ഫൈസൽ പറഞ്ഞത് കേട്ടാണ് അവൻ ചിന്തയിൽ നിന്നും ഉണർന്നത്. ഏഞ്ചലെ, ആൻമരി എന്നുള്ള പേരുള്ള ഒരുത്തിയുണ്ട്. എൻ്റെ കസിൻ ചേച്ചിയുടെ കൂട്ടുകാരിയാണ്. അവർ രണ്ടും ഭയങ്കര ടെററാണ്. ഈ ആൻമരിയൊക്കെ നമ്മുടെ അലക്സ് ഇച്ചായനോട് ഒരു ഇഷ്ടമുണ്ട്. പക്ഷേ ഇച്ചായ ഇഷ്ടമല്ല, ഇവിടെ തന്നെ പഠിക്കണത്. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്, 2nd ഇയർ, ഹിമ പറഞ്ഞു. ഇപ്പോഴും ഇഷ്ടമുണ്ടോ? അത് കേട്ടതും ലച്ചു ചോദിച്ചു. ഉണ്ട് ലച്ചു, ഹിമ പറഞ്ഞു. ഇഷ്ടം ഒരാൾക്ക് മാത്രം തോന്നേണ്ടതല്ലല്ലോ, മറ്റേ കൂടി തോന്നേണ്ടതല്ലേ ഇഷ്ടം, റസു പറഞ്ഞു. അതെ റസു, എന്തായാലും ഇച്ചായന് നിന്നെയാണ് ഇഷ്ടം, ഹിമ പറഞ്ഞു. ആ നിമിഷം ഏഞ്ചലിൻ്റെ കണ്ണുകളിൽ അവനോടുള്ള പ്രണയം നിറഞ്ഞു. എന്നാൽ മറുവശത്ത് ഇവർക്കെതിരെയുള്ള ഗൂഢാലോചനയിലായിരുന്നു വിക്രവും ശിഖയും. സായുജിന് ഒരു പോറൽ പോലും പറ്റരുത് വിക്രം, പകരം ആ പെണ്ണെ അവനിൽ നിന്നും അകറ്റി ഞാൻ നിന്റെ മുമ്പിൽ എത്തിച്ചു തരാം. അങ്ങനെ നിനക്ക് നിന്റെ പ്രതികാരം അവളോട് തീർക്കാം. എങ്ങനെ? ഒന്ന് ആലോചിച്ച ശേഷം അവൻ്റെ മുഖത്തൊരു വഷളഞ്ചിരി നിറഞ്ഞു. അതിലുണ്ടായിരുന്നു ശിഖയോടുള്ള മറുപടിയും. അത് കണ്ടതോ അവളുടെ ചൊടിയിലോ ആ ചിരി വിടർന്നു. വാഗമര ചുവട്ടിൽ ഉള്ള ബെഞ്ചിൽ ഇരിക്കുവാണ് ഇച്ചായനും ഇച്ചായൻ്റെ പെണ്ണും. ലച്ചു ഫോണിൽ സിദ്ധുവിനോട് സംസാരിക്കുകയാണ്. ഹിമവും റസുവും മിന്നുവും വാഗമര ചുവട്ടിലുള്ള മറ്റൊരു ബെഞ്ചിൽ ഇരിക്കുവാണ്.
അലക്സേ. ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവർ 6 പേരും നോക്കി. സായുജും ഫൈസലും ജോയലും അജുവും. അവർ അവരുടെ നേരെയുള്ള ബെഞ്ചിൽ വന്നിരുന്നു. അപ്പോൾ ദാ ഫോൺ കോൾ ചെയ്തുകൊണ്ടിരുന്ന ആളും അവരുടെ അടുത്തേക്ക് വന്നിരുന്നു. മിന്നു, ഇതാണ് എൻ്റെ ഫ്രണ്ട്സ്. ഇത് മേഘ്ന. മിന്നുവിനെ അവർക്കും അവരെ മിന്നുവിനെയും പരിചയപ്പെടുത്തുവാണ് സായുജ്. അർജുൻ മിന്നുവിനെ നോക്കി അവൻ ചുണ്ടിൽ ചെറുചിരിയുമായി പറഞ്ഞു. ജോയൽ വളരെ വിനയഭാവത്തോടെ അവൻ പറഞ്ഞു. ഫൈസൽ കണ്ണിൽ ഉണ്ടായിരുന്ന സൺഗ്ലാസ് മാറ്റിക്കൊണ്ട് സ്റ്റൈലോടെ പറഞ്ഞു. അവൾ അവർക്ക് ഹൃദ്യമായ പുഞ്ചിരി നൽകി. ഇത് ശ്രീലക്ഷ്മി, ഇത് റസിയ. മിന്നു അവരെയും അവർക്ക് പരിചയപ്പെടുത്തി. ആ കുറച്ച് സമയം കൊണ്ട് തന്നെ അവർ പെട്ടെന്നെടുത്തു.